മോദി കാ ഗ്യാരണ്ടിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വനിതാ ബില്ലിനെ പറ്റിയിട്ടാണ്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേദിയിലൊക്കെ തന്നെ മോദി പ്രധാന ആയുധമായി ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വനിതാ ബില്ലാണ്. വനിതാ ബില്ല് നടപ്പിലാക്കാൻ ഒരു പ്രാവശ്യം കൂടി തങ്ങളെ ജയിപ്പിക്കണം എന്ന ആഗ്രഹമാണ് മോദി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ നടന്ന യോഗത്തിൽ പോലും വനിതാ ബില്ലായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. ആ വനിതാ ബില്ല് ഇപ്പോൾ നിയമമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അത് നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയുമോ, മോദി സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടോ എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആദ്യം വനിതാ ബില്ല് എന്താണെന്നുള്ളതൊന്ന് പറയാം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സീറ്റുകൾ സ്ത്രീകൾക്കായി നീക്കി വെക്കുന്നതാണ് ഈ വനിതാ സംവരണ ബിൽ. അതിൽ 33%-ലെ 1/3 സീറ്റുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് വനിതാ ബില്ലിന്റെ ഒരു ഏകദേശം. ഈ ഒരു ബില്ല് ഉടനെ തന്നെ മോദി സർക്കാരിന് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന ചോദ്യം തന്നെയാണ് ആദ്യം നോക്കേണ്ടത്. എന്നാൽ ഈ ബില്ലിൽ ഒരു വ്യവസ്ഥ വെച്ചത് കാരണം ഈ ബില്ല് ഉടനെയൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ബില്ല് നടപ്പിലാക്കണമെങ്കിൽ ഈ ബില്ല് നിയമമായതിനു ശേഷം സെൻസസ് നടത്തണം. അതിനുശേഷം എത്രയൊക്കെ മണ്ഡലങ്ങളുണ്ടോ ആ മണ്ഡലങ്ങളെല്ലാം വീണ്ടും പുനർനിശ്ചയിക്കണം. അതിനുശേഷം മാത്രമേ ഈ ബില്ല് നടപ്പിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് പുനർനിർണയവും സെൻസസിനും ഒക്കെ ശേഷം മാത്രമേ ഈ ബില്ല് നടപ്പിലാക്കാനും വനിതകൾക്ക് ഇത്രയും സംവരണം കൊടുക്കാൻ കഴിയുള്ളൂ എന്ന പൂർണ്ണമായ ബോധ്യം മോദിക്കുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ബില്ലിനെ ഊന്നിക്കൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും കാലം ഭരിച്ച മറ്റ് സർക്കാരുകൾക്ക് വനിതാ ബില്ല് കൊണ്ടുവരാനോ അത് അവതരിപ്പിക്കാനോ നിയമമാക്കാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് മോദി സർക്കാരിന് അത് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്ന് പറയാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമായിരുന്നു ഈ വനിതാ ബില്ല് എന്ന കാര്യം അന്ന് തന്നെ പ്രതിപക്ഷ നേതാക്കളൊക്കെ ആക്ഷേപമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകേണ്ടത് ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷം ബിൽ നടപ്പിലാക്കാം എന്നാണ് പറയുന്നത്. അതിലേക്ക് കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത് സെൻസസ് നടത്തിയതിനു ശേഷം മാത്രമേ മണ്ഡലം പുനർനിർണയം നടത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇനി 2021 സെൻസസ് നടത്തേണ്ടിയിരുന്നത്. പക്ഷേ അന്ന് കോവിഡിന്റെ പേരും പറഞ്ഞ് ആ സെൻസസ് മാറ്റിവെക്കുകയായിരുന്നു. ഇനി അത് 2026 നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 26 സെൻസസ് നടത്തി തീർന്നാലും പിന്നെയും വേണ്ടിവരും 2-3 വർഷങ്ങൾ കൂടി. അതായത് ഈ സെൻസസ് പൂർത്തീകരിച്ചാലൊന്നും മണ്ഡല പുനർനിർണയം അത്ര പെട്ടെന്ന് നടക്കണമെന്നൊന്നുമില്ല. കാരണം നമ്മുടെ രാജ്യത്ത് നിൽക്കുന്ന നിയമവ്യവസ്ഥകളുടെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിയമസഭകളുടെ പുനർനിർണയവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്യണം എന്നൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ട്. മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യണമെങ്കിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കണമെന്നുള്ളൊരു പോയിന്റ് കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സംസ്ഥാനങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. അതുകൊണ്ട് സെൻസസ് കഴിഞ്ഞാലൊന്നും ഉടനെ തന്നെ ഈ ഒരു നിയമം നടപ്പിലാക്കാനോ ഇല്ലെങ്കിൽ നിയമസഭകളുടെ ഒരു പുനർനിർണയം നടക്കും എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു എതിർപ്പുണ്ടാകും. അതുകൊണ്ട് വീണ്ടും 2-3 വർഷം കൂടി ഈ ബില്ല് കൊണ്ടു നടക്കേണ്ട ഒരു കാര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു വസ്തുത. മാത്രമല്ല ഇത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ്. കാരണം ഈ ഒരു മണ്ഡലങ്ങളുടെ പുനർനിർണയം ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആളുകളുടെ ജനസംഖ്യ അടിസ്ഥാനമാക്കിയായിരിക്കും നിയമം നടത്തേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ മാത്രം 8 ലോക്സഭാ സീറ്റുകൾ നഷ്ടമാകുമെന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ബീഹാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ജനസംഖ്യാ സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ട് അവിടെ കൂടുതൽ സീറ്റുകൾ കിട്ടും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ അധികം സീറ്റുകൾ വരും. പക്ഷെ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ആളുകൾ കുറവായതുകൊണ്ട് അല്ലെങ്കിൽ ജനസാന്ദ്രത കുറവായതുകൊണ്ട് പല മണ്ഡലങ്ങളും വെട്ടിച്ചുരുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോകും. മാത്രമല്ല ഈ ഒരു മണ്ഡലങ്ങളുടെ പുനർനിർണയം നടത്തുന്ന സമയത്ത് തന്നെ പല സംസ്ഥാനങ്ങളുടെയും അതിർത്തി വിട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെയും ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് 2029 ഈ ബില്ല് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ വ്യക്തമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളും ഇക്കാര്യത്തിൽ വളരെയധികം പ്രസക്തിയാണ്. കാരണം 2029 ശേഷം നടക്കാൻ സാധിക്കുന്ന ഇല്ലെങ്കിൽ അന്ന് പ്രാവർത്തികമാക്കിയേക്കാവുന്ന ഒരു ബില്ലിനെ പറ്റിയിട്ട് 2023 എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. മാത്രമല്ല മുൻ സർക്കാരുകൾ വെച്ചിരുന്ന ബില്ലിൽ ഉൾപ്പെടാത്ത ചില നിയമങ്ങൾ പുതിയതായി BJP സർക്കാർ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷം മാത്രമേ ഈ ബില്ല് അവതരിപ്പിക്കാൻ കഴിയൂ എന്നുള്ള വാദം. അതും ഇവിടെ പ്രസക്തമായ ഒന്ന് തന്നെയാണ്. എന്തായാലും
കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും എതിർപ്പും ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒപ്പം തന്നെ ഈ ഒരു വനിതാ ബില്ല് എന്ന് പറയുന്ന ഒരു ഗിമിക്ക് കാട്ടി ഇവിടുത്തെ ജനങ്ങളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുമ്പ് ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു നീക്കം മാത്രമായാണ് മോദി സർക്കാരിന്റെ ഈ വനിതാ ബില്ല് എന്നാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് മോദി സർക്കാരിന്റെ അല്ലെങ്കിൽ മോദിയുടെ അടുത്ത പ്രസംഗത്തിൽ വനിതാ ബില്ല് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ വനിതാ ബില്ല് 2023 അവതരിപ്പിച്ച വനിതാ ബില്ല് നിയമമായ ബില്ല് അത് പാസ്സായി നടപ്പിലാകണമെങ്കിൽ 2029 കഴിയണം എന്നുള്ളതാണ്. അത്തരത്തിൽ 6 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണോ, അതിനു വേണ്ടിയിട്ട് എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അതിന് മോദിക്ക് ഗ്യാരണ്ടി എന്ന് മാത്രമേ മറുപടി പറയാനുള്ളൂ 2029 ആ ബില്ല് നടപ്പിലാക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്ക്.